ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തെങ്കിലും വിശേഷങ്ങൾ, എല്ലാവർക്കും സുഖമൊക്കെയല്ലേ? നമുക്കിങ്ങനെ സുഖമായിട്ട് പോകണ്ടാം. അപ്പോൾ ഇന്ന് നമ്മുടെ ലാസ്റ്റത്തെ എന്താ പറയുക, ലാസ്റ്റ് ദിവസത്തെ ലാസ്റ്റ് രാത്രിയാണ്. അതായത് എൻ്റെ അല്ല, ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചുള്ള അവസാനത്തെ രാത്രി എന്ന് പറഞ്ഞാൽ അങ്ങനെ വേറൊരു അർത്ഥമില്ല കേട്ടാ. അതായത് ഇനി കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും ഇനിയിപ്പോൾ എൻ്റെ പോണ കാര്യങ്ങളും ശരിയായിട്ട് വേണമല്ലോ എനിക്ക് പോകാൻ വേണ്ടിയിട്ട്. അവിടെ ആളെത്തിക്കഴിഞ്ഞ് അവിടുത്തെ കാര്യങ്ങൾ എല്ലാം റെഡിയാക്കിയിട്ട് വേണം എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ. അപ്പം ഇനി എത്ര സമയം എടുക്കും എന്നുള്ളത് എനിക്കറിയില്ല. ആൾക്കാണെങ്കിൽ കറക്റ്റായിട്ട് ഒരു ടൈം പറയാൻ പറ്റില്ല, കാരണം നമ്മുടെ കയ്യിലല്ല ഇരിക്കണേ. അതിന് കുറേ പ്രൊസീജിയർ, മെഡിക്കൽ, VFS, വിസ പ്രൊസീജിയേഴ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എൻ്റെയും പിള്ളേരുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അപ്പം അതൊക്കെ എടുത്തു കഴിയുമ്പോഴേക്കും കുറച്ച് സമയമാവുമായിരിക്കും. അതെനിക്കറിയില്ല. ഇപ്പം എന്തായാലും ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചുള്ളൊരു അവസാനത്തെ രാത്രിയാണ്. ഞങ്ങളുടെ രാത്രികൾ എങ്ങനെയാണെന്ന് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. നമ്മുടെ പകലുകൾ എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട്. രാത്രിയിൽ ഇപ്പം നമ്മൾ താഴത്തൊക്കെ കളിച്ച് കഴിഞ്ഞ് നമ്മൾ മുകളിൽ കിടക്കാൻ വരും. ഞങ്ങൾ മുകളിലാണ് കിടക്കാൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ കളി ബഹളം മേളാണ്. അത് ഇതുവരെ ആരും കണ്ടിട്ടില്ല. നിലവിൽ നമ്മുടെ അബ്രുകുട്ടനെ ഇവിടെ ഉണ്ട്. അബ്രുമുത്തിനെ ഞാൻ മോളിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ചേട്ടനാണെങ്കിൽ അവിടെ അപ്പാപ്പൻ്റെ കൂടെ റീൽസ് കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് സാവധാനം മോളിക്ക് എത്തുള്ളൂ. അപ്പൊ ഒരുത്തൻ ഇവിടെ ഇങ്ങനെ നടന്ന് എന്താ എൻ്റെ ഉദ്ദേശം എന്നറിയോ? ഈ ബെഡിന്റെ ഇവിടെ ഒരു എന്താ പറയാ, ഒരു എന്തോ എഴുതിയിട്ട് എന്തോ പ്രിന്റ് പോലത്തെ ഒരു സാധനം ഉണ്ട് കേട്ടാ. ആ സാധനം ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതെടുത്ത് പറയ്ക്കുക, അതെങ്ങനെയെങ്കിലും പൊളിച്ചെടുക്കാന്നുള്ളത് കൊച്ചു കുറേ നാളെ ട്രൈ ചെയ്യണേ. പക്ഷെ ഇതുവരെ കൊച്ചിന് കിട്ടിയിട്ടില്ല കേട്ടാ. ചേട്ടൻ വന്നൂടാ, എന്നിട്ട് പട്ടിക്കുട്ടിയാ. ചേട്ടൻ ഇപ്പൊ എത്തിയിട്ടുള്ളൂ കേട്ടാ. ചേട്ടനെ നിങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. ഓണ്ട വേലായിരുന്നു ചേട്ടൻ. എന്തായിരുന്നു അവിടെ പരിപാടി? റീൽസ് ആയിരുന്നാ? ഡ്രസ് എടുത്താ? പാമ്പർ എടുത്താ? പുതിയത് എടുത്താ? എന്റെ പൊന്നിന്റെ അപ്പ എങ്ങടെ പോണേ? അതത് കൊണ്ടുവന്ന ഡ്രസ്സ്, ചേട്ടന്റെ ഡ്രസ്സ് അടിച്ചു മാറ്റി ഇതേ അനിയനും കൊണ്ടുപോയി. ഇനി അതിനുള്ള അങ്കണ് നടക്കണേ. ഈശോ പറയാ കാവാഞ്ചിയാ? ആര്? ഇല്ല, നമ്മുടെ എന്തോ ഒരു വോൾട്ടേജ് പ്രശ്നം വന്നിട്ട് ലൈറ്റ് ഇങ്ങനെ ട്യൂബ് ലൈറ്റ് മിന്നണ പോലെ എന്തോ ഒരു ഇതില്ലേ. താഴ്ത്തും ഇങ്ങനെ തന്നെയാണോ നോക്കിയേ? മുകളിൽ മാത്രമാണോ പ്രശ്നം? അല്ലെങ്കിൽ ഇപ്പുറത്തെ ലൈറ്റ് അങ്ങ് ഇട്ട് നോക്കിയേ. ഈ ലൈറ്റ് ഇട്ട് നോക്കി. ഈ ലൈറ്റ് അതെ അല്ലേ, വോൾട്ടേജിന്റെ എന്തോ പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പാ വിളിക്കല്ലേ പുരിയോ? അപ്പാ പോണ പുരു. ഈശോയെ പിടിച്ചു കയറി കൊച്ച്. അമ്മേ ഇതന്നെ പറഞ്ഞ കാല് കൊണ്ടൂല്ലേ ഇപ്പൊ? ആന കളിക്കാൻ ഭയങ്കര ഇഷ്ടാ. അമ്മേ ആന കച്ച. ദൈവമേ, അപ്പന്റെ തണ്ടല് പിടിക്കോ പോണേല് മുന്നേ? മുടിയാ മുടി പോയി തലയിൽ മുടിക്ക മൊട്ടാതോ മൊട്ടാന്തോ എവിടെ കേറിയിരിക്കുന്നേ? എന്നിട്ട് നടക്കണ കൂട്ടത്തിലാ? അതെ കൂട്ടാ, ചേട്ടനെ കൂടി കാണിക്കാൻ നോക്കി. അപ്പൊ എന്തിനാ ചേട്ടൻ ചെയ്യണേ?
കണ്ണ് വെച്ചിരിക്കണം നമ്മൾ. ആ ഇഞ്ചിയുണ്ട് എന്നിട്ട് ചെയ്ത എന്റെ പൊന്നിനെ. അയ്യോ അവനൊന്നും ചെയ്തില്ല, അവന് കുഴപ്പമില്ല. അയ്യോ വയലന്റ് ടെററായി തുടങ്ങി. ഈശോ തലയിടിക്ക് ചുമരുമ്മ. ആദ്യം അവിടെ കിടക്കും, അപ്പുറം അവിടെ കിടക്കും. ചീത്ത പറയണ. അബ്രുവിന്റെ മോളിലേക്ക് എടുത്തും ആദത്തിന്റെ താഴ്ത്തി എടുത്തും ചേട്ടായിലൂടെ. ആദം ഒരു ഉറക്കം കഴിഞ്ഞ് കറങ്ങി കഴിയുമ്പോ മോളി വന്ന് എടുക്കും. ആരും അറിയില്ല. അതൊക്കെ കരച്ചിൽ കൊടുക്കും. ഇവനെ ഏൽപ്പിക്കും. അപ്പിക്ക് എനിക്കും. പിന്നെ അവൻ ഇവനെ ഏൽപ്പിച്ച് രണ്ടുപേരും കൂടി ഒരുമിച്ച് കറിയും. ഇതാണ് നമ്മൾ ഡെയിലി. ഇപ്പൊ ഇവര് ഉറക്കം വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവനെ ഉറക്കട്ടെ. ഉറങ്ങുന്നത് ഞാൻ വിചാരിക്കണ അറിയില്ല. അവരുടെ ഉറക്കാൻ തീപ്പ് വരും. നമ്മുടെ അബുരുവിനെ ഉറക്കാൻ സമയത്ത് ഞാൻ താഴ്ത്തി എടുക്കും. അപ്പൊ പാല് കൊടുക്കുന്ന സമയത്ത് ആദ്യം ഫോൺ കൊടുക്കാറുണ്ട്. അതിനാണ് അവൻ എന്നോട് ആദത്തിന്റെ വാശിക്ക് മുന്നിൽ ഇവിടെ അംഗീകരിക്കാണ്. അങ്ങനെ താഴത്തേക്ക് പോവാണ്. തോണ് തരാൻ നമ്മുടെ അബ്രുകൂട്ടൻ ഉറങ്ങിട്ടാ. അബ്രുദേ അവിടെ ഉറങ്ങി സെറ്റായി. അവനെ ഇനി ഉറക്കം കഴിഞ്ഞു. ഇനി ആദത്തിന് അടുത്തത്. ആദത്തിന് ഉറക്കം വന്നുണ്ട്. ആദം പയ്യനുണ്ട്. ആദം ഞാൻ ഉറക്കുന്ന സമയത്ത് അപ്പനെ താഴ്ത്തുനിന്ന് ഓടിപ്പിച്ച് മുകളിൽ എടുത്തു. അത് കഴിഞ്ഞിട്ട് അപ്പൻ ആദം ഉറങ്ങി കഴിയുമ്പോൾ താഴ്ത്തിറങ്ങി എടുക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു റൊട്ടീൻ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നാളെ തുടങ്ങി എന്ത് ചെയ്യും എന്താന്ന് എനിക്കറിയില്ല. എന്താ ചെയ്യാം എന്താവും എനിക്കറിയില്ല. കാരണം ഇവൻ ഉറക്കത്തിൽ ഇടുന്ന അങ്ങോട്ട് മറിയും ഇങ്ങോട്ട് മറിയും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഞാൻ നടുക്ക് കിടന്നിട്ട് ഇവർ രണ്ടുപേരും അപ്പുറത്ത് കിടത്തിയാലും അത് ഇപ്പുറത്തേക്ക് കിടന്ന് ഞാൻ അബ്രുന്റെ വീട്ടിക്ക് പറയും. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതിപ്പോ എന്താ എന്തെങ്കിലും ചെയ്യാം നമുക്ക്. ഉറങ്ങാം. അതും കൂടി ഫ്ലാറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ രാത്രിയിലത്തെ ഇത് ശരിക്കും മരുന്ന് കുടിക്കണ നമ്മുടെ അമ്മയുടെ വേണ്ടേ ഒങ്ങിയാ മതിയാ. എന്നാ ഉങ്ങാട്ടാ. അപ്പൊ ഞങ്ങള് ഉറങ്ങാൻ പോവാണ്. അതും അമ്മയും. എങ്ങനെ ഉറങ്ങാ എന്നിട്ട് കാണാ. അങ്ങനെ ഉറങ്ങാ. അങ്ങനെ കിടക്ക് അന്റെ പാട്ട് ഗൈസിനോട് പറയൂ ഉറങ്ങാൻ പോവാന്ന്. ഗൈസ് ഞാൻ ഉറങ്ങാൻ പോവാണ്. ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞു. ഞാൻ ഉറങ്ങാൻ പോവാന്ന് പറയും. ഗുഡ് നൈറ്റ് പറഞ്ഞ. ഇവിടെ 2 കുട്ടീസ് ഉറങ്ങിയിട്ടതേ. ഒരാള് മുകളില്, ഒരാള് താഴത്ത്. ഒരു 100 പുതപ്പ് വേണം അവന്. അപ്പുറത്ത് പുതപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് പുതപ്പൊക്കെ എടുത്ത് വെച്ച് സെറ്റാക്കി. 2 പേരും ഉറങ്ങി. സമയം ഫോണൊന്ന് കാണിച്ചെടുത്ത്. ഇന്ന് കുറച്ച് നേരത്തെ തോന്നുന്നു ഇവര് ഉറങ്ങിയേക്കണത്. 12:07 ഇപ്പൊ ഉറങ്ങിയിട്ടുണ്ട്. സാധാ ഒരു 1 മണിക്ക് ആകുമ്പോഴാണ് ഉറങ്ങാറ്. ഇന്ന് കുറച്ച് നേരത്തെ കളിയൊക്കെ. അബ്രു വേഗം ഉറങ്ങിയാറ്. രാത്രി എത്ര ഇത് കിട്ടിയില്ല ഇന്ന്. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ മുട്ടൂത്തി കഴിഞ്ഞ് ആദം ആനയിട്ട് ഫ്രണ്ടിൽ കൂടെ മുട്ടൂത്തി കഴിയും. പിന്നെ അബ്രു കഴിയും. അത് കഴിഞ്ഞിട്ട് ഒരു സ്പ്രേ കുപ്പി എടുക്കും. അതിന് തല്ലു പിടിക്കും. അങ്ങനെ നടക്കാറുണ്ട്. അബ്രു ഇന്ന് കുറച്ച് വാശി പിടിച്ച് കുറച്ച് നേരത്തെ ഉറങ്ങി. കാരണം 7 മണിയാകുമ്പോൾ അവനൊരു ഉറക്കം ഉറങ്ങാറുണ്ട്. ആ ഉറക്കം അവന് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പർച്ചേസിങ് കാര്യങ്ങൾക്കൊക്കെ പോയായിരുന്നു അത് പറ്റിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് ആള് കുറച്ച് നേരത്തെ ഉറങ്ങി. ഒരു 11:30 ഉറങ്ങി. ആദ്യം 12 മണിയായിപ്പോ ഉറങ്ങി. ആദത്തിന് ഇനിയിപ്പൊ കുറച്ച് ഒരു ഉറക്കം കഴിയുമ്പോ ഇപ്പൊ എനിക്കും അതായത് ഇവർക്ക് കറക്റ്റ് ആയിട്ട് ആദത്തിന് കറക്റ്റ് ഫുള്ളായിട്ടൊരു ഉറക്കില്ല കേട്ടോ. അതിടയ്ക്ക് എനിക്കും. എന്നിട്ട് പറയാം ഉറക്കത്തില് അമ്മാമ്മേനൊക്കെ അടി കൊടുക്കുക. അതായത് ഇവര് കാലത്ത് എന്തെങ്കിലും നടക്കണേന്റെയാ സ്വപ്നം കാണുന്ന അതൊക്കെ ഇങ്ങനെ പറയും. കാരണം 12 മണി ഓൾറെഡി ഉറക്കം വന്നു തുടങ്ങി. അത് കാരണം അങ്ങനെ ഒരുമിച്ചുള്ള രാത്രി ഇങ്ങനെയായിരുന്നു. വന്ന് 8 മാസം കഴിഞ്ഞത് എങ്ങനെയാന്ന് അറിയില്ല. അപ്പൊ
എന്തിനാ പറയാ, ഞാൻ അത് വന്ന അന്ന് മുതൽ പറയുന്നതാണ് നമുക്ക് നമ്മളൊരു രാത്രിയത്തെ വീഡിയോ എടുക്കുന്നത്. പക്ഷെ നമ്മളത് സാഹചര്യങ്ങൾ മൂലം ഇങ്ങനെ നീട്ടി പോയി ലാസ്റ്റത്തെ രാത്രിയാണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് കുറെ ആൾക്കാർ നമ്മളെ കുറ്റം പറയാറുണ്ട്, നിങ്ങൾക്ക് മാത്രമേ കാണാനുള്ളൂ. പക്ഷെ നമ്മള് എന്താണ് ഈ എന്തിനാണ് പറയാ, രാത്രിത്തെ ഈ റൂമിന്റെ കാര്യങ്ങൾ എന്താന്നുള്ളത് വേറെ ആർക്കും അറിയില്ലല്ലോ, ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ അതെന്താ നിങ്ങളെ കൂടി കാണിച്ചു തരാൻ വേണ്ടിട്ട് ഞാൻ എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്. കാരണം എനിക്കും കൂടി അത് കാണണം. എനിക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ എനിക്ക് ആ വീഡിയോ എടുത്ത് കാണണം. അപ്പൊ അതുകൊണ്ട് അത് യൂട്യൂബിൽ വേണമെന്ന് ഞാൻ ഇവളോട് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത്. അപ്പൊ ഈ വീഡിയോ എന്തായാലും കുറച്ച് ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടാത്തവര് എന്താണ് ഇഷ്ടപ്പെടാത്തതെന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടവരെ കമന്റ് ചെയ്യുക. അപ്പൊ ലൈക്ക് ചെയ്യുക. ബാക്കി മേഡം പറയും. അപ്പൊ പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. എന്തായാലും പോവാണ്ട് പറ്റില്ല. അതിനോട് അഡ്ജസ്റ്റ് ആവാ, അതിനെ നമ്മള് മറികടന്ന് അതിനെ ഒക്കെ സെറ്റാക്കണം. 2 പിള്ളേരെ മാനേജ് ചെയ്യാൻ തന്നെ പഠിക്കണല്ലോ. കാര്യം കൂടി പറയണ്ടായിരുന്നുട്ടാ. ഇന്നലെ ഞങ്ങൾ കൊരട്ടിപ്പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ പോയപ്പോ ഞാൻ ആദ്യത്തിന് കൊണ്ടുപോയി മാതാവിന്റെ അടുത്ത് കൊരട്ടിമുന്തിരി എടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയപ്പോ അതെന്തിനാ പ്രാർത്ഥിക്കാൻ വേണ്ടി. അപ്പൊ അവൻ പറഞ്ഞു അപ്പയ്ക്ക് ജോലി കിട്ടണം, പിന്നെ അപ്പയ്ക്ക് നല്ലത് വരണം, അത് കഴിഞ്ഞ അമ്മയ്ക്ക് നല്ലത് വരണം, അപ്പുറത്ത് നല്ലത് വരണം, അമ്മാമ്മയ്ക്ക് നല്ലത് വരണം, അപ്പാപ്പന് നല്ലത് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് മാതാവ് കാക്കണമെന്നൊക്കെ പറഞ്ഞു. ഇന്ന് അമ്മ കുരിശ് അമ്മയാണ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന ചെയ്യുമ്പോൾ കുരിശരിപ്പിക്കുക. അപ്പൊ കുരിശരിച്ച് നീ നിന്റെ പ്രാർത്ഥന എന്ന് വെച്ചപ്പോ ഇതുപോലെ തന്നെ കർത്താവേ മാതാവേ കാക്കണേ, എൻ്റെ അപ്പനെ കാക്കണേ, എൻ്റെ അപ്പയ്ക്ക് ജോലി കിട്ടണേ. അപ്പൊ എല്ലാവരും ചെട്ടാണ് എന്നിട്ടാണ് പറയുന്നത്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് കുരിശരിച്ച് ആള് പോന്നു മുത്ത് കൊടുത്തു. അതുപോലെ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയപ്പോഴും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. കന്യാസ്ത്രീകൾ വന്നപ്പോ കന്യാസ്ത്രീകൾക്ക് ഈശോമിശിഹായ്ക്ക് സ്തുതിയില്ല, ഇങ്ങനെ അതായത് ആശീർവാദം മാത്രം. ഇവൻ ഞങ്ങൾ ആശീർവദിക്കാനുള്ളത്. അപ്പൊ അവനോട് പറഞ്ഞു 2 കൈക്ക് ഉപ്പാൻ പറഞ്ഞപ്പോ അവൻ എൻ്റെ കൈ ഒന്നും വിടില്ല കേട്ടാ. അപ്പൊ പറഞ്ഞു മിടുക്കനാട്ടോ എന്നൊക്കെ പറഞ്ഞ് തലയിൽ കഴിച്ചു. അപ്പൊ തലയിൽ കൈ എടുത്ത് മാറ്റും. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാണ്ട് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും.